ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എർത്ത് ആൻഡ് ഓൺ ദ മൂൺ? അപ്പോൾ എർത്തിലും മൂണിലും ഒരു വസ്തുവിൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റിൻ്റെ റിലേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ വെയ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റിനാണ് നമ്മൾ വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് മൂണിൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എർത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വെയ്റ്റിൻ്റെ 1/6 ആയിരിക്കും. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേരിയേഷൻ വരുന്നതെന്ന് വെച്ചാൽ മൂണിൽ ഗ്രാവിറ്റേഷൻ പുൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂണിലുണ്ടാകുന്ന ഒബ്ജക്ട്സിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. അതായത് എർത്തിലുള്ളതിൻ്റെ 1/6 ആയിരിക്കും മൂണിലുണ്ടാകുന്ന ഒബ്ജക്ട്സിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എർത്തിലുണ്ടാകുന്ന സമയത്ത് 60 ന്യൂട്ടൺ ആണ് എന്നുണ്ടെങ്കിൽ അതേ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് മൂണിൽ നോക്കുമ്പോൾ 10 ന്യൂട്ടനെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിരിക്കുമല്ലോ, 60ൻ്റെ 1/6 എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ. പക്ഷേ മാസ് എന്ന് പറയുന്നത് എല്ലാവിടെയും സെയിം ആയിരിക്കും, വെയ്റ്റ് മാത്രമായിരിക്കും വാരി ചെയ്യുന്നുണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എർത്തിൽ നോക്കുന്ന സമയത്ത് 60 ന്യൂട്ടൺ ആണ്. സെയിം ഒബ്ജക്റ്റിൻ്റെ തന്നെ വെയ്റ്റ് നമ്മൾ മൂണിൽ നോക്കിക്കഴിഞ്ഞാൽ 10 ന്യൂട്ടൺ ആണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ മാസിന് ഒരു വ്യത്യാസം വരുന്നില്ല. ഒരു ഒബ്ജക്റ്റ് എർത്തിലാണെങ്കിലും മൂണിലാണെങ്കിലും അവരുടെ മാസിന് ഒരു വ്യത്യാസവും വരുന്നില്ല. Question: What provides the centripetal force for a car taking a turn on a level road? അപ്പോൾ ഒരു കേർവ്ഡ് പാത്ത് അല്ലെങ്കിൽ ഒരു ലെവൽ റോഡിലൂടെ പോകുന്ന സമയത്ത് കാറുകൾക്ക് എവിടെ നിന്നാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ലഭിക്കുന്നത്? അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാറിന് കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് കൊടുക്കുന്നത് ഒരു ഫ്രിക്ഷനാണ്. അപ്പം ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കാറിൻ്റെ ടയറും റോഡിൻ്റെ സർഫേസിൻ്റെയും ഇടയിലാണ് ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും കേർവ് പാത്തിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. നമുക്ക് ഈ ഒരു ഫ്രിക്ഷൻ അവിടെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാറ് സ്കിഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കാറിന് കേർവ്ഡ് പാത്തിലൂടെ ടേൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി ഇൻസൈഡ് ദ എർത്ത് ആൻഡ് അറ്റ് ദി സെൻറ്റർ? അപ്പോൾ എർത്തിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ എർത്തിൻ്റെ സെൻറ്റർ പോർഷനിലും വരുന്ന സമയത്ത് ജിയുടെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഭൂമിൻ്റെ സർഫേസ് ലെവലിൽ നോക്കുന്ന സമയത്ത് ഗ്രാവിറ്റി വളരെ സ്ട്രോങ് ആണ്. പക്ഷേ സർഫേസിൽ നിന്നും ഉള്ളിലേക്ക് വന്ന് അതിൻ്റെ സെൻറ്ററിലേക്ക് എത്തുന്ന സമയത്ത് ഗ്രാവിറ്റി ഡിക്രീസ് ആയി 0ലേക്കാണ് വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 കാരണം അവിടെ ഒരു തരത്തിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സസും ഇല്ലാത്തതുകൊണ്ട് വാല്യൂ എന്ന് പറയുന്നത് 0 ആയി. ഇനി സർഫേസിലേക്ക് പോകുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ജിയുടെ വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സർഫേസ് ലെവലിൽ ജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.81 m/s² എന്നാണ്. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ വൈ എ സാറ്റലൈറ്റ് ഡസ് നോട്ട് ഫോൾ ടു ദി എർത്ത്? അപ്പോൾ സാറ്റലൈറ്റ് എന്തുകൊണ്ടാണ് എർത്തിലേക്ക് വീഴാത്തത്? അപ്പം എക്സ്പ്ലനേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് ആക്ച്വലി എർത്തിലേക്ക് വീഴുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വളരെ ഹൈ സ്പീഡ് കാരണം താഴെ വീഴുന്നുണ്ടെങ്കിൽ പോലും എർത്ത് സർഫേസ് എന്ന് പറയുന്നത് അതിനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വീഴാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഒരു കേർവ് രീതിയിൽ അതിനെ ഡയറക്ഷൻ മാറ്റി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം വീഴുന്ന സമയത്തും എർത്തിൻ്റെ സർഫേസ് അതിനൊരു കേർവ് രീതിയിലാക്കി മാറ്റുന്നത് കൊണ്ടാണ് നമുക്കതൊരു ഓർബിറ്റലായിട്ട് കറങ്ങുന്നത് പോലെ തോന്നുന്നത്.
Question: What happens to the gravitational force between two objects if the distance between them is halved? അപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ പകുതിയായി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പഠിച്ചു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഫ് എന്ന് പറയുന്നത് Gmm/d² എന്നാണ്. ഇതിൽ നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ തന്നെ ആ ഒബ്ജക്ട്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അവിടെ കമ്മിയാവും, ഡിസ്റ്റൻസ് കുറവാകുമ്പോൾ ഫോഴ്സ് കൂടുതലാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു d² എന്നായിരിക്കും. അപ്പം ഹാഫ് ഇൻറ്റു d² എന്ന് പറയുമ്പോൾ കിട്ടുന്ന പുതിയ F2, അതായത് പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 4 Gmm/d². ഒറിജിനൽ ഫോഴ്സിനെക്കാളും 4 ടൈംസ് അധികമായിട്ടായിരിക്കും ഇപ്പോൾ ഡിസ്റ്റൻസ് ഹാഫ് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. Question: If there is no centripetal force, can there be circular motion? അതായത് സർക്കുലർ മോഷൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലാതെ പോസിബിൾ ആവുമോ എന്നാണ് ചോദ്യം. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ സർക്കുലർ മോഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഇനേർഷ്യ കാരണം ആ ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് മാൻഡേറ്ററി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: How can we increase the centripetal force on an object moving in a circle? അപ്പോൾ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മേലെയുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ വേസ് ഉണ്ട്. ആദ്യം നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യാം. രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. മൂന്നാമത്തത് സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ഡിക്രീസ് ചെയ്തുകൊണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. Question: What is the value of G at a height equal to the radius of the earth? അപ്പോൾ എർത്തിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും ജിൻ്റെ വാല്യൂ? അപ്പോൾ ജിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് Gm/r² എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും വാല്യൂ എന്നാണ്. അപ്പോൾ ഈ ഹൈറ്റിനെയും റേഡിയസിനെയും ഒരുമിച്ച് ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന രീതിയിൽ r എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് Gm/2r² എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഈ 1/4 പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് Gm/r² എന്നാണ്. അതായത് ഈ പഴയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പഴയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ 1/4 ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഒരു സർട്ടൻ ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഒറിജിനൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ 1/4 ആയിരിക്കും ഉണ്ടാവുന്നത്. Question: Can the weight of an object be 0? അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് 0 ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പം തീർച്ചയായിട്ടും ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് 0 ആവാനായിട്ട് സാധിക്കും. അപ്പം എപ്പോഴാണെന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് വെയിറ്റും 0 ആയി മാറുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് കാണാനുള്ള ഫോർമുലയാണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിക്കഴിഞ്ഞാൽ വെയിറ്റും 0 ആയി മാറും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എർത്തിൻ്റെ സെൻറ്ററിൽ ജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അവിടെയും വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ വെയിറ്റ് നമുക്ക് 0 ആയിട്ട് ഉണ്ടാവുന്നത്, അതായത് നമുക്കൊരു വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫ്രീ ഫോളിങ് സമയത്താണ് ഇങ്ങനെ വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നത്. Subscribe to this channel for more videos like this. Question: Why are rockets launched from places near the equator like Sriharikota in India?
ഓക്കെ. അപ്പം ഇക്വേറ്ററിന് അടുത്ത് കിടക്കുന്ന ശ്രീഹരിക്കോട്ട പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ എർത്തിൻ്റെ ഇക്വേറ്ററിൽ ആണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് റൊട്ടേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ നടക്കുന്ന ഇക്വേറ്ററിലായതുകൊണ്ട് തന്നെ ഇക്വേറ്ററിൻ്റെ അടുത്ത് ഇരിക്കുന്ന പ്ലേസസിലെല്ലാം സ്പേസ് സ്റ്റേഷൻ സ്ഥാപിച്ച് അവിടെ നിന്ന് റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ അവർക്കൊരു നാച്ചുറൽ ബൂസ്റ്റാണ്, സ്പീഡ് ബൂസ്റ്റാണ് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പീഡ് ബൂസ്റ്റ് കിട്ടുന്ന സമയത്ത് റോക്കറ്റ്സിന് ഒരുപാട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂവൽസ് സേവ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ കൂടുതൽ എഫിഷ്യൻ്റ് രീതിയിൽ റോക്കറ്റ്സിനെ ലോഞ്ച് ചെയ്യാനും സഹായിക്കും. Question: Does the acceleration of a freely falling object depend on its mass? അതായത് ഒരു ഫ്രീ ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ മാസും ആക്സിലറേഷനും ഡിപ്പെൻഡഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലുമല്ല, മാസും ആക്സിലറേഷനും ഒരിക്കലും ഡിപ്പെൻഡഡ് അല്ല. ഒരു ഫ്രീ ഫോൾ സമയത്ത് ഒബ്ജക്റ്റ് താഴോട്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? Gm/r² ആയ 9.8 m/s² എന്നാണ്. അപ്പോൾ ഇതിൽ ഒരു ഫ്രീ ഫോൾ സമയത്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ മാസും അതുപോലെ തന്നെ ആക്സിലറേഷനും ഒരിക്കലും ഡിപ്പെൻഡഡ് അല്ല. അപ്പോൾ ഒരു ഗിവൺ പർട്ടിക്കുലർ പ്ലേസിൽ ജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്ട്സിനും കോൺസ്റ്റൻ്റ് തന്നെയാണ്. ഓക്കെ. പക്ഷേ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് എയറിൻ്റെ കേസിലാണ്. പക്ഷേ വാക്വത്തിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഹെവി ഒബ്ജക്റ്റും ലൈറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതും ഒരേ സെയിം റേറ്റിൽ താഴത്തേക്ക് വീഴും. അപ്പോൾ വാക്വത്തിൽ ഹെവി ഒബ്ജക്റ്റും ലൈറ്റ് ഒബ്ജക്റ്റും സെയിം റേറ്റിൽ താഴത്തേക്ക് വീഴും. Question: If you drop a sheet of paper and a crumbled ball of paper, which one will reach the ground first and why? അതായത് ഒരു ക്രംബിൾഡ് ബോൾ പേപ്പറും ഒരു ഷീറ്റ് ഓഫ് പേപ്പറും താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും ആദ്യം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്? അത് എന്തുകൊണ്ടാണ്? അപ്പം ആദ്യം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് ക്രംബിൾഡ് ബോൾ ഓഫ് പേപ്പറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഷീറ്റ് പേപ്പറിന് ലാർജർ സർഫേസ് ഏരിയ ആണ് കമ്പയർ ടു ക്രംബിൾഡ് ബോൾ. അപ്പം ലാർജ് സർഫേസ് ഏരിയ ആയതുകൊണ്ട് തന്നെ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് താഴോട്ട് വീഴാനുള്ള ആ ഒരു മോഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ പതുക്കെ ആയിരിക്കും താഴേക്ക് വീഴുന്നുണ്ടാവുക. അപ്പോൾ ക്രംബ്ലിംഗ് കാരണം എന്ത് ചെയ്യണം? ഈ സർഫേസ് റിഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ സർഫേസ് ഏരിയ റിഡ്യൂസ് ആവുമ്പോൾ എയർ റെസിസ്റ്റൻസും അതുപോലെ റിഡ്യൂസ് ആവും. അപ്പോൾ പെട്ടെന്ന് താഴത്തേക്ക് എത്താനും സഹായിക്കും. Question: What would happen to the moon's motion if the Earth's gravity suddenly disappeared? എർത്തിൻ്റെ ഗ്രാവിറ്റി പെട്ടെന്ന് നഷ്ടമായി കഴിഞ്ഞാൽ മൂണിൻ്റെ മൂവ്മെൻറ്റിന് എന്താണ് സംഭവിക്കുന്നത്? മൂണിൻ്റെ മൂവ്മെൻറ്റിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്നത് നിർത്തിയതിന് ശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ പറന്നു പോവുകയും ചെയ്യും. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എർത്തിൽ നിന്നും ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സും മൂണിന് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സാണ് ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പം അത് നഷ്ടമായി കഴിഞ്ഞാൽ ആ ഒബ്ജക്ട്സ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്ത് പോകും. അപ്പോൾ എർത്തിൽ നിന്ന് അങ്ങനെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ മൂണും ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്ത് പോകും. Question: On what factors does the value of G depend? അതായത് ജിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്ലാനറ്റ്സിൻ്റെ മാസ്സായിട്ട് ജിൻ്റെ വാല്യൂ ഡിപ്പെൻഡഡ് ആണ്. രണ്ടാമത്തത് പ്ലാനറ്റിൻ്റെ റേഡിയസ് ആയിട്ടും ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത് G=Gm/r² എന്ന്. പക്ഷേ ഒരിക്കലും ഒരു ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ മാസും ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നതും ഡിപ്പെൻഡഡ് അല്ല. അതായത് ഒരു ഹെവി ഒബ്ജക്റ്റ് ആയിക്കോട്ടെ ഒരു ലൈറ്റ് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ അവർ ഫോൾ ചെയ്യുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ് ഉണ്ടാവുന്നത്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.